റോഡിലൂടെ വാഹനം ഓടുമ്പോൾ റോഡ് തന്നെ വാഹനത്തെ ചാർജ് ചെയ്യുന്ന സാങ്കേതികവിദ്യ ഇതിനോടകം തന്നെ പല രാജ്യങ്ങളിലും പരീക്ഷിച്ച് വിജയം കണ്ടതാണ്. എന്നാൽ ഇതിപ്പോൾ ഇന്ത്യയിലും വരാൻ പോകുകയാണ്. ഇതിൻ്റെ ആദ്യ പരീക്ഷണമാകട്ടെ നമ്മുടെ കേരളത്തിലും. ഇനി ഈ പുതിയ ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞാൽ, റോഡ് ഒരു ചാർജറായി പ്രവർത്തിക്കും. വാഹനം കാറോ ബസ്സോ ട്രക്കോ എന്തുമാകട്ടെ, പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന റോഡിലൂടെ ഓടുമ്പോൾ തനിയെ ചാർജ് ആയിക്കൊള്ളും. വാഹനം നിർത്തി വയർ കണക്ട് ചെയ്ത് സമയം കളയണ്ട എന്നർത്ഥം. എന്നാൽ ഈ റോഡിലൂടെ പോകുമ്പോൾ ഷോക്കടിക്കുമെന്ന പേടിയൊന്നും വേണ്ട. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ വയർലെസ്സായി ചാർജ് ചെയ്യുന്ന പോലെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. ഇനി ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഇത് കേരളത്തിൽ എവിടെയാണ് ആദ്യം വരുന്നതും എന്ന് നോക്കാം. ആദ്യമായി ഈ സാങ്കേതിക വിദ്യയുടെ പിന്നിൽ ഇസ്രായേലിലെ ഇലക്ട്രിയോൺ എന്ന കമ്പനിയാണ്. ഇവർ ആദ്യമായി പരീക്ഷിച്ച് വിജയം കൈവരിച്ചത് സ്വീഡനിലെ ഗോട്ട്ലാൻഡ് എന്ന ദ്വീപിലാണ്. ഈ പദ്ധതി സ്മാർട്ട് റോഡ് ഗോട്ട്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ വയർലെസ് ഇലക്ട്രിക് ചാർജിംഗ് റോഡ്. 2019 നിർമ്മാണം ആരംഭിച്ച് പല പരീക്ഷണങ്ങൾക്കും ശേഷം 2021 ഇതിലൂടെ ഒരു ഇലക്ട്രിക് ബസ് റൂട്ടും ആരംഭിച്ചു. 1 മൈൽ ദൂരമാണ് ഈ റോഡിൻ്റെ നീളം, അതായത് 1.6 കിലോമീറ്ററോളം വരും. ഇനി ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞാൽ, റോഡിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 8 സെൻറ്റിമീറ്റർ താഴെയായി ചെമ്പ് കോയിലുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ കോയിലുകൾക്ക് മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന റിസീവറുകൾ വഴി വാഹനം ചാർജാകുന്നു. വാഹനങ്ങളുടെ വലുപ്പമനുസരിച്ച് ഇത്തരം റിസീവറുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും. ഉദാഹരണത്തിന്, കാറുകളിൽ ഇത്തരത്തിലുള്ള ഒരു റിസീവറാണ് ഘടിപ്പിക്കുന്നത് എങ്കിൽ ബസ്സിന് 3 മുതൽ 5 വരെയും ട്രക്കുകൾക്ക് 5 മുതൽ 7 വരെയും റിസീവറുകൾ ഘടിപ്പിക്കേണ്ടി വരും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുത്താണ് ഇത്തരം റോഡുകളുടെ നിർമ്മാണം. മഴയോ വെയിലോ തണുപ്പോ ഇതിനൊരു പ്രശ്നമേ അല്ല എന്നർത്ഥം.